ഉണ്ടാകും. തിക്താനുഭവങ്ങളും അവിടുന്ന് നമ്മൾക്ക് ഉപദ്രവങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മൾക്കുണ്ടാകും. ഒരു പ്രൊട്ടക്ഷനും നമ്മൾക്ക് അവിടെ കിട്ടത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭയ്ക്കകത്താണ് നമ്മൾ വന്ന് പെട്ടതെങ്കിൽ അവിടെ നമ്മൾക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷനുകൾ ഉണ്ടാകും. അവിടെ നമ്മൾക്ക് വേണ്ടുന്ന കരുതലുകളൊക്കെ ദൈവം ഒരുക്കി തരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പോകുന്ന സഭ നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ട് തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇന്ന് കുറേ കള്ളപ്രവാചകന്മാരും കള്ള അപ്പസ്തോലന്മാരും ഒക്കെയാണെന്ന് പറഞ്ഞു. ഈ അപ്പസ്തോലൻ്റെ പേരിൻ്റെ അർത്ഥം പോലും അറിയാത്ത പലരും ഇന്നും ഞാൻ അപ്പസ്തോലനാണെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ വയൽ പ്രദേശത്ത് ചെന്ന് വിട്ടാലത്തെ കാര്യം എന്താണെന്നറിയാമോ? നിനക്ക് ലഭിക്കേണ്ട കരുതലുകൾ ലഭിക്കത്തില്ല, നിനക്ക് ലഭിക്കേണ്ട പ്രൊട്ടക്ഷൻ ലഭിക്കത്തില്ല. നീ അവിടെ വെറും ഒരു അടിമയായിട്ട് മാറ്റപ്പെടും. എന്നാൽ നീ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന സഭയ്ക്കകത്ത് നീ വന്നുപെട്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം നിനക്ക് വേണ്ടുന്ന കരുതലുകളും നിനക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷനുകളും എല്ലാം ദൈവം അവിടെ ഒരുക്കും. കാരണം ദൈവം അവിടെ ഒരു കൽപ്പന പുറപ്പെടുവിക്കും. അവളെ തൊട്ടുപോകരുതെന്നൊരു കൽപ്പന ദൈവം അവിടെ പുറപ്പെടുവിക്കും. പിന്നെ നിനക്കെതിരെ ഒരു നാവും ചലിക്കത്തില്ല, നിനക്കെതിരെ ഒരു വ്യക്തിയും എഴുന്നേൽക്കത്തില്ല. കാരണം ഉടയവൻ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, സഭ എന്താകണം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭ നമ്മൾ തിരഞ്ഞെടുക്കണം. ഇനി അതവിടെ നിൽക്കട്ടെ. ഞാൻ കുറിവാക്യത്തിലേക്ക് വരാം. കുറിവാക്യം എന്താണ്? യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ച് വന്നിരിക്കുന്ന ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്കവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. ഇവരാരും രൂത്തിനെ മാറ്റി നിർത്തിയില്ല കേട്ടോ. മോവാബി സ്ത്രീയാന്ന് പറഞ്ഞുകൊണ്ട് അവളെ മാറ്റി നിർത്തിയില്ല. അവൾക്ക് കൊടുക്കേണ്ടത് സകലതും കൊടുത്തു. ഇതുപോലെ തന്നെ നമ്മളിന്ന് ഓർക്കണം, നമ്മുടെ കൂട്ടത്തിലോട്ടല്ലേ വലിയ ജാതികളിൽ നിന്ന് വേറെ ജാതികളിൽ നിന്നൊക്കെ ആൾക്കാർ കടന്നു വരും. ഇന്ന് പെന്തക്കോസ്തുകാരായിരിക്കുന്നവരും ക്രിസ്ത്യാനികളായിരിക്കുന്നവരും ഒക്കെ ഇന്ന് നമ്മളിന്ന് തരം തിരിക്കുമല്ലേ? അവൻ്റെ ജാതിയും മതവും അവൻ എതിനകത്തുനിന്നാണ് വന്നത്, എതിനകത്തുനിന്നാണ് ഏത് ജാതിയിൽ പെട്ടതാ എന്നൊക്കെ ഓർത്ത് നമ്മളിങ്ങനെ തരം തിരിക്കും. ക്രിസ്ത്യാനികളിലാണെങ്കിലും തരം തിരിവുണ്ടല്ലേ? ഞാൻ ഇന്നതിനകത്ത് പെട്ടതാ, ഞാൻ സീറോ മലബാറിൽ പെട്ടതാ, ഞാൻ ജ്ഞാനായ കത്തോലിക്കസ് പെട്ടതാ, ഞാൻ റോയൽ ബ്ലഡാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തരം തിരിവുകൾ ഇന്ന് എവിടെയുണ്ട്? ഇന്ന് നമ്മളുടെ സഭകളിലൊക്കെ ഉണ്ട്. ഇനി പെന്തക്കോസ്തുകാരിലേക്ക് വന്നാലും പെന്തക്കോസ്തുകാർ ഞങ്ങൾ വേർതിരിക്കപ്പെട്ട ഒരൊറ്റ ജാതി എന്നാണ് പറയുന്നത്. പക്ഷെ മക്കളുടെ കല്യാണം വരുമ്പോഴത്തേക്ക് എങ്ങോട്ട് പോകും? എതിനകത്തുനിന്നാണ് വന്നതിൻ്റെ ചരിത്രം പെറുക്കി പോകും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മോവാബിയ സ്ത്രീയായ രൂത്തിൻ്റെ ചരിത്രം നോക്കിയൊന്നും അവർ പോയില്ല. അവിടെ ബോവസ് വീണ്ടെടുപ്പുകാരനാണെന്ന് അറിഞ്ഞ് വീണ്ടെടുത്തു. അത് മാത്രമല്ല, യഹോവയാം ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ ആശ്രയിച്ച് വന്നിരിക്കുന്നവൾക്ക് പൂർണ്ണ പ്രതിഫലം ആര് കൊടുത്തു? ദൈവം കൊടുത്തപ്പോൾ ഓർക്കുക, നമ്മൾ എന്തുമാകട്ടെ നമ്മളുടെ ആശ്രയം എവിടെയായിരിക്കണം? ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചു കഴിഞ്ഞാൽ ആ ദൈവം പൂർണ്ണ പ്രതിഫലം തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇച്ചിരി പ്രതിഫലമല്ല കേട്ടോ, കുറച്ച് പ്രതിഫലവും ഒന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണ പ്രതിഫലം നമ്മൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്ന് പൂർണ്ണ പ്രതിഫലം നമ്മൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ഓർക്കുക, നമ്മളുടെ ആശ്രയം മറ്റെവിടേക്കോ പോയിട്ടുണ്ട് കേട്ടോ.